കുറേശ്ശെ ഇട്ടാ മതി. മതി മതി മതി. അതിങ്ങെടുത്ത്. അതിങ്ങെടുക്ക്. അത് തന്നെ. ആ ചെടിച്ചട്ടി എടുക്ക്. അതിൽ നിറയ്ക്ക്. ആ നിറയ്ക്ക്. കനകെ എന്തേ കാണിക്കുന്നേ? ഇന്ന് വരെ ഒരു ചെടി നട്ടിട്ടില്ലേ? എനിക്കതിനൊക്കെ എവിടുന്ന് നേരം കിട്ടിയിട്ട നന്ദിനി? ഇത്രയും നാള് നേരം വെളുത്ത രാത്രി വരെ തല്ലുകൊള്ളലായിരുന്നില്ലേ? നിന്റെ സ്വഭാവം വെച്ച് നേരം വെളുക്കുന്നവരെ അല്ല, അത് കഴിഞ്ഞ് വീണ്ടും കൊള്ളണം. ആ ഒന്ന് മിണ്ടായിരിക്കും രാജുവേട്ടാ. ആ അത് ചെയ്തോ. അത്രയും മതി. മാറ്റി വെച്ചോ. മോളെ നന്ദിനി, എന്തൊക്കെയാ ഈ കാര്യങ്ങള്? സാറേ, ചട്ടികളൊക്കെ സെറ്റ് ചെയ്തു സർ. ഇനി ഓരോന്നോരോന്നായിട്ട് നടണം. ഇത് ഒരുപാടുണ്ടല്ലോ. എവിടെ സർ? ശരിക്കും പറഞ്ഞാ നമ്മുടെ ടെറസിലെ എന്തോരം തൈകൾ വെക്കാം. നമുക്ക് വേണ്ട പച്ചക്കറികള് മുഴുവനും ഇവിടെ തന്നെ വെക്കാം. അച്ഛാ, ഞാനേ അതിന്റെ ലൈസൻസ് ഒക്കെ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, അത്രയും വിഷം തിന്നണ്ടല്ലോ. ആ അതാണ് സർ. നമുക്ക് പച്ചക്കറികളൊക്കെ ഇവിടെ വെക്കാം, ചെടികളൊക്കെ ടെറസിൽ വെക്കാം. അതാവുമ്പോ പൂക്കുമ്പോ നല്ല ഭംഗിയുണ്ടാവും. അതെ അതെ, കൃഷിക്കളം മൊത്തം തനിക്ക് വിട്ടു തന്നിരിക്കുക. താൻ എന്തു വേണേലും ചെയ്തു. എന്നാ പിന്നെ സാർ ഇതങ്ങ് നട്ടോ. ഞാനോ? ആ അങ്ങനെയാ ഈ കൃഷിയൊക്കെ തുടങ്ങുമ്പോ ഏറ്റവും മൂത്ത ആളെ കൊണ്ട് ആദ്യത്തെ തൈയൊക്കെ വയ്പ്പിക്കുന്നത്. ആണോ? എന്നാ ആയിക്കോട്ടെ. അങ്ങനെ സാറേ. വെച്ചോ. രാജു, വെള്ളം. വെള്ളം ഒഴിക്കേ. ഇനി ഇതിനൊരു പേര് വെക്കണം. സാർ തന്നെ ഒരു പേര് പറഞ്ഞോ. ഇതിനിപ്പോ പേരില്ലെങ്കിൽ എന്താ ഒരു കുഴപ്പം? പേരിടണം സർ. എന്നിട്ട് അതിനടുത്ത് വന്നിരുന്ന് ഓരോന്നിന്റെയും പേര് വിളിച്ച് സംസാരിക്കണം. അപ്പൊ ചെടിയുടെ വളർച്ചയിൽ വ്യത്യാസം ഉണ്ടാവും. ശാസ്ത്രത്തിലൊക്കെ അങ്ങനെ പറയുന്നില്ലേ സുരേഷ്? പിന്നെ സാർ ഒരു പേര് പറ. അച്ഛാ, അമ്മയുടെ പേരൊന്നും പറഞ്ഞു കളയല്ലേ. അത് ചിലപ്പോ വെക്കുന്നതിന് മുമ്പേ കരിഞ്ഞു പോകും. പോടാ പോടാ. എന്നാ ഞാനൊരു പേര് പറയാം. അഹല്യ. അല്ല, ഇതിപ്പോ എവിടുന്ന് ഈ പേര്? മിസ്റ്റർ യതിയുടെ പഴയ വല്ല കണക്ഷനാണോ? നീ മിണ്ടായിരുന്നോ അവിടെ? എന്റെ ചെറിയമ്മയുടെ പേരാ. എനിക്ക് അവരെ വലിയ ഇഷ്ടായിരുന്നു. അതെ, വേഗം വളരണം കേട്ടോ. ആ ചെടിമോളെ, നന്ദിനി പറഞ്ഞു കേട്ടോ, പെട്ടെന്ന് വളർന്നാലേ അടുത്ത വർഷം നിന്നെ LKG ചേർക്കാം. മോളെ, ആ ചട്ടി എടുക്ക്. ആ ചട്ടി. ഇതിനൊരു പേര് പറഞ്ഞേ. ഇതിന് ഒരു നല്ല പേര് ഞാൻ പറയാം. നന്ദു. തന്റെ പേര് തന്നെയല്ലേ? അടിപൊളി സാർ, അയ്യോ, അടിപൊളി. എന്റെ പേരൊന്നും വേണ്ട. വേണം. അതെ, അത് മതി. കൃഷിത്തോട്ടത്തിന്റെ ഓണറുടെ പേരിലും ഒരു ചെടി ഇരിക്കട്ടെ. അത് കറക്റ്റ്. എന്നാ ശരി, ഇരിക്കട്ടെ. പിന്നല്ലാതെ. അടുത്തെടുത്തോ. നീ നന്ദിനിയുടെ മുഖത്ത് സന്തോഷം കണ്ടോ? സത്യത്തിൽ അവൾ അവളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയതുപോലെയുണ്ട്. അതെ അച്ഛാ, അയാളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ ഞാൻ അയാളെ കൂട്ടിക്കൊണ്ടുപോയതും ഇതൊക്കെ വാങ്ങിച്ചതും. അത് നന്നായി.
ഇത് പൊന്നു, ഇത് നന്ദു, ഇത് കല്യാണി. ആ, സൂര്യ സാർ, ഒരു ചെടിക്കൂടി പേരിടാൻ ബാക്കിയുണ്ട്. അത് സാർ ഇട്ടോ. ആണാണോ പെണ്ണാണോ? അയ്യോ, അതിപ്പോ എങ്ങനെ അറിയാൻ പറ്റാ? അത് പൂക്കുമ്പോഴോ കായ്ക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അത് ആണാണോ പെണ്ണാണോ എന്ന്. സാർ ഇപ്പൊ ഒരു പേരിട്ടെ. എങ്കിൽ നമുക്കേ ഹിറ്റ്ലർ എന്ന് പേരിട്ടാലോ? ചെടിക്കോ? സാറിന് വേറെ ജോലിയൊന്നുമില്ലേ? എന്നാ പിന്നെ ഞാനൊരു പേര് പറയട്ടെ ആ, ഇതിന്. ഇട്ടോ. ചെടീശ്വരൻ. എങ്ങനെയുണ്ട്? അതെന്താണാവോ? അല്ല സാറേ, ഈ ചെടികൾക്കെല്ലാം ഒരു ഈശ്വരൻ കാണൂലേ? ഓ, അതൊന്നും വേണ്ട. കേൾക്കാൻ നല്ല ഇമ്പമുള്ള ഒരു പേര് തന്നെ വേണം. എന്റെ കയ്യിലുള്ള പേരുകളെല്ലാം തീർന്നു. ഒരു കാര്യം ചെയ്യാം, ഇതിനൊരു പേര് സൂര്യ സാർ തന്നെ കണ്ടുപിടിക്കട്ടെ. നമുക്ക് നാളെ ഇടാം. പിന്നെ എല്ലാരും ഒന്ന് ഉത്സാഹിച്ച് നമുക്കിതൊക്കെ ടെറസിൽ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് വേണം ബാക്കി പച്ചക്കറികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ. ഓക്കെ മാഡം, തൊഴിലാളികളെല്ലാം റെഡിയാണ്. അതെ, റെഡിയാണ്. കൽപ്പിച്ചാൽ മാത്രം മതി.